അയ്യോ എല്ലാവരും നോക്കുവാണ്. സ്നേഹം കൊണ്ടല്ലേ, സ്നേഹം കൊണ്ടല്ലേ നോക്കുന്നത്. ഫ്രെഡി ഫ്രെഡി നാണിക്ക് ഒന്ന് കണ്ടെങ്കിൽ വാ. അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇത്രയും നാണം ഫ്രെഡി. അയ്യോ നാണമാണോ? എന്തിനാ നാണിക്കുന്നത്? എന്തിനാ നാണിക്കുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് ഇവിടെ ആരെങ്കിലും പരിചയമുണ്ടോ? എല്ലാവരെയും എനിക്കറിയാം, പരിചയമുണ്ടെന്നാ പറഞ്ഞു. ആഹാ, ആരെയൊക്കെ പരിചയമുണ്ടോ? ആരെയൊക്കെ പരിചയമുണ്ട്? ഇപ്പൊ എത്ര പഠിക്കുന്ന? പ്ലസ് ടു കഴിഞ്ഞത്. കുറെ പഠിച്ചു, അത് കഴിഞ്ഞ് കല്യാണം പിള്ളേരുമായി. ഓക്കെ അത് ശരി. ഓക്കെ ഓക്കെ. അവിടെ വേറെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും പരിചയമുള്ളവരുണ്ടോ? ഇല്ലേ? ആഹാ, വേറെ ആരും ഒന്ന് നോക്കിയിട്ട്. കഴിഞ്ഞ വർഷം ഇവിടെ വന്നതല്ലേ? ആഹാ, ഡോക്ടറെ പരിചയമുണ്ടോ? എവിടെ വെച്ചാ പരിചയം ഡോക്ടറെ? ആഹാ, പിന്നെ ആരാ? ഡോക്ടറാണോ? പിന്നെ വേറെ ആരെങ്കിലും പരിചയമുള്ളവരുണ്ടോ? ഇല്ല. ഇഷ്ടപ്പെട്ടോ? ആയിരുന്നോ കഴിഞ്ഞ വർഷത്തിൽ? മിലൻ സാർ. പിന്നെ വേറെ വേറെ ടീച്ചർ പേരെന്തോ? മനോസാറിടയ്ക്ക് മുങ്ങിയായിരുന്നോ? ആണോ? ശരിയാണ്, സത്യമാണോ? കല്യാണത്തിന് പോയതാണോ? കല്യാണം പിന്നെ നടത്തും. റെഡി? നമുക്കേ ആകാറായി. ഓക്കെ, ആ സമയം പോവല്ലേ? ഉച്ചയ്ക്ക് ചോറുണ്ടേ? ശരി. സൂര്യൻ ഉദിക്കും അസ്തമിക്കും, ഇങ്ങനെയൊക്കെ ചൂടാകാതെ തണുപ്പ്. അത് ശരി. എന്താ ഈ മുടിയൊക്കെ ഇങ്ങനെ ഈ കറണ്ടടിച്ച പോലെ കണ്ടിരിക്കുന്നത്? പുതിയ പാഷനാണ്. പുതിയ പാഷനാണ്. ഓക്കെ, അവരുടെ എല്ലാം മുടി ഇങ്ങനെ ഇരിക്കണം അല്ലേ? ഓക്കെ ഓക്കെ. എന്നിട്ട് നമ്മള് ഈ കുഞ്ഞുങ്ങളോട് എന്ത് കഥ പറയാമെന്ന് പറഞ്ഞായിരുന്നു. എന്നോട് ഇങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞാൽ കഥ പറയാമോ? ആ, ഒരു കഥ പറയണമെന്ന്. കഥ പറയുന്നുണ്ടെങ്കിൽ ചുമക്കല് തെറ്റിപ്പോ കേട്ടോ. ഏത് കഥയാ പറയുന്നേ? ഏത് കഥയാ പറയുന്നത്? ഏത് കഥയാ പറയുന്നത്? ശ്രദ്ധിച്ചിരിക്കോ?
റെഡിക്ക് ഇഷ്ടം അല്ലെങ്കിൽ എഴുതിയിട്ട് പോകണമെന്നും റെഡിക്ക് ഇഷ്ടമൊന്നുമല്ല, അതുകൊണ്ട് അടങ്ങിയിരിക്കുക കേട്ടോ. ഓക്കെ, പണ്ട് 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 പിന്നെയും പണ്ട് 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 പണ്ടായിരുന്നു, ഒത്തിരി പണ്ടായിരുന്നു. പറഞ്ഞു കഥ മറന്നുപോയി. അതിനാണോ ഇങ്ങനെ പറയുന്നത്? ഒന്ന് ഓർത്തെടുത്തേ, ഒന്ന് കഥയൊന്ന് ഓർത്തെടുത്തേ. അപ്പു ടിപ്പു എന്ന് പറഞ്ഞ രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു. ആരാ? അപ്പു ടിപ്പു എന്ന് പറഞ്ഞ രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു. ആരാ? ടിപ്പു അപ്പു അപ്പു. ഓക്കെ, ആരാ വീഡിയോ എടുക്കുന്നത്? ആരാ ഫോട്ടോ എടുക്കുന്നത്? അയ്യോ, പെർമിഷനൊക്കെ ചോദിച്ചിട്ട് വേണം അതിലേക്ക് അക്കോട്ടെ. പ്രാവശ്യത്തിന് ക്ഷണിച്ചേക്കാം കേട്ടോ. രണ്ട് കൂട്ടുകാരുണ്ട്. ഈ രണ്ട് കൂട്ടുകാരും ഒരിക്കൽ ഇങ്ങനെ നടന്ന് പോകുന്ന സമയത്ത് അവിടെ ആറിന്റെ വലിയൊരു മണൽക്കൂന അവരെ കണ്ടു. രണ്ടുപേരും അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു. എന്താന്ന് എഴുതിയിരിക്കുന്നത്? വാരിയാലും കരയും, വാരിയില്ലെങ്കിലും കരയും. എന്താ? അപ്പു ടിപ്പുനോട് ചോദിച്ചു, എന്താ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? വാരിയാലും കരയും, വാരിയില്ലെങ്കിലും കരയും. ഓക്കെ, ടിപ്പു ഉടനെ എന്താ പറഞ്ഞേ? എന്തായാലും കരയുമെന്ന് എഴുതി വെച്ചേക്കുന്നത്. എന്നാ ഞാൻ ഇച്ചിരി എന്ത് ചെയ്യാം, വാരിയേക്കാമെന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? വാരി. ടിപ്പു എന്ത് ചെയ്തു? 2 പിടി മണൽ വാരി പോക്കറ്റിൽ ഇട്ടു. എന്നിട്ട് ഉടനെ ടിപ്പു എന്ന് പറഞ്ഞു, അപ്പു എന്ന് പറഞ്ഞു, ടിപ്പു നീ എന്ത് ചെയ്തത്? വാഴരുത് നിനക്ക് പണി കിട്ടും, കരയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല, ഞാൻ മാറിയില്ല. പേര് മാറിപ്പോയി. അപ്പി മാറിയില്ല. ടിപ്പു എന്ത് ചെയ്തു? 2 പിടി അതിലൂടെ വെച്ചു, പോക്കറ്റിൽ വെച്ചു. എന്നിട്ട് പാട്ട് പാടി തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ എന്ത് ചെയ്തു? പോക്കറ്റിൽ നിന്ന് പുതിയ മണൽ വാരി കൈ തുറന്ന് നോക്കിയപ്പോൾ അത് മുഴുവൻ സ്വർണമായിരുന്നു. അതിന്റെ അപ്പു ഇത് കണ്ട് അപ്പു എന്ത് ചെയ്തു? ഒറ്റ കരച്ചിൽ, അയ്യോ അയ്യോ എന്ന് എന്ത് ചെയ്തു? കരയാൻ തുടങ്ങി. അപ്പോ കരയുന്ന എന്ന് പറഞ്ഞില്ല, കരയുന്നേ എനിക്കിത് വാരാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അപ്പു കരയാൻ തുടങ്ങി. ടിപ്പു പിന്നെയും കരയാണ്. അപ്പു കരഞ്ഞതിനേക്കാൾ ഒച്ചത്തിൽ കരയാൻ തുടങ്ങി. അപ്പോഴ്
എന്ത് ചെയ്തു? ചോദിച്ചു, നീ എന്തിനാ കൂടുതൽ ഇത്രയും കരയുന്നത് ചോദിക്കാൻ പറഞ്ഞു. എനിക്ക് കുറച്ചേ വാരാം, കുറച്ചും കൂടെ കൂടുതൽ വാരാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞത്. കരയാൻ തുടങ്ങി. ഇപ്പൊ എന്ത് ചെയ്യുന്നു? കരയാൻ തുടങ്ങി. എന്നിട്ട് നോക്കിയേ, അപ്പോഴാണ് അപ്പു ടിപ്പനോട് പറഞ്ഞത്, എന്താ പറഞ്ഞേ? നിനക്ക് ഇത്രയെങ്കിലും വാരാൻ പറ്റിയല്ലോ, എനിക്ക് വാരാൻ ഒട്ടും കിട്ടിയില്ലല്ലോ, എനിക്ക് വാരാൻ പറ്റിയതേ ഇല്ലല്ലോ എന്നാണ് പറഞ്ഞത്. നോക്കിയേ, അവിടെ എന്താണ് എഴുതി വെച്ചിരുന്നേ? ഭാര്യാലും കരയും, ഭാര്യയില്ലേലും. ഭാര്യയാളും കരഞ്ഞു, വാരാത്തയാളും എന്ത് ചെയ്തു? കരഞ്ഞു. രണ്ടുപേരും ചെയ്തു കരഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാരണം. എന്താണോ? ചിലക്ക് നല്ല താനുണ്ടത്, ചിലന്ത് ചെയ്യും, അത് ഉപയോഗിക്കും. ചിലരെ എന്ത് ചെയ്യുന്നില്ല, ആ താനൊന്നും ഉപയോഗിക്കാതെ ഗമയോടെ ഇരിക്കും. അത് പാടില്ല. അങ്ങനല്ലേ? അത് താനെന്നാണ് വഴക്കുണ്ടാക്കുന്നത്. വഴക്കുണ്ടാക്കുന്ന താനെന്നൊന്നുമില്ല, അതാരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല കേട്ടോ. അതാരെന്നാണ് ചേച്ചേ, അത് വിനിയോഗിക്കരുത്. ഓക്കെ. എന്നിട്ട് പിന്നെ വേറെ